കഴിഞ്ഞ ദിവസങ്ങളായി ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലാണ് കേരളം ചർച്ച ചെയ്യപ്പെട്ട പാറശാല ഷാരോൺ രാജ് വധക്കേസിലെ ശിക്ഷാവിധി വരുന്നത് എന്നുള്ളത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് വിധി പറയുക. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഷാരോണിന്റെ കുടുംബം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതികളെ രാവിലെ തന്നെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഷാരോണിന്റെ കുടുംബം പങ്കുവെക്കുമ്പോൾ പോലും ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട ഒരു നിയമ നിലപാട് മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഷാരോണിന്റെ അമ്മയടക്കമുള്ളവർ വലിയ വൈകാരികമായ രീതിയിലാണ് കണ്ടത്. മാത്രമല്ല, ഗ്രീഷ്മയുടെ പ്രായം, ഇതിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത സ്ഥിതി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്, പഠിക്കണമെന്നുള്ള ആവശ്യം, ഇങ്ങനെ പല കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. സമാനതകളില്ലാത്ത ഒരു കേസ്, പ്രതി ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം, പ്രായം, ഇങ്ങനെ പല വിഷയങ്ങൾ നിയമപരമായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യത, എത്രത്തോളം പ്രതീക്ഷ ഉണ്ട് ഷാരോണിന്റെ കുടുംബത്തിന്, ഒപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ഭാഗത്തിനും? അപർണ, 11 മണിക്ക് കോടതി ചേരും. ഏതാണ്ട് 11:30യോടുകൂടി തന്നെ ഇത്രയും പ്രമാദമായ കേസിൽ എന്താകും കോടതിയുടെ വിധി എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഗ്രീഷ്മയുമായുള്ള പോലീസ് വാഹനം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഒന്നാം പ്രതി ഇവിടേക്ക് എത്തും. 2 പ്രതികൾക്കാണ് ഈ കേസിൽ ശിക്ഷ വിധിക്കുക. നിർമ്മലകുമാരൻ നായർ, ഗ്രീഷ്മയുടെ അമ്മാവനാണ്. ഒന്നാം പ്രതി ഗ്രീഷ്മയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം ഈ വാദങ്ങളിൽ പ്രധാനമായി ഉയർത്തിയത്. നിർമ്മലകുമാരൻ നായർക്കെതിരെയുള്ള കുറ്റം തെളിവ് നശിപ്പിക്കലാണ്. പരമാവധി 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീഷ്മയുടെ കാര്യത്തിൽ കൊലപാതകമുണ്ട്, തെളിവ് നശിപ്പിക്കലുണ്ട്, ഗൂഢാലോചനയുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 4 വകുപ്പുകൾ നേരത്തെ ചുമത്തിയത്. 4 വകുപ്പും നിലനിൽക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷാവിധിയാണ് പ്രതീക്ഷിക്കുന്നത്. പലതരത്തിൽ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. കോടതിയുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒരു മുൻവിധിയോടുകൂടി, ഒരു സമീപനത്തോടുകൂടി ആ തരത്തിൽ ഇതെന്താകും എന്നത് പറയുക തരമില്ല. എങ്കിൽ തന്നെയും 10 വർഷത്തിന് മുകളിലുള്ള ശിക്ഷ, ജീവപര്യന്തം, ഒരുപക്ഷെ തൂക്കുകയർ, ലിഗ കേസിലൊക്കെ 3 പ്രതികൾക്കും തൂക്ക് ശിക്ഷ വിധിച്ച ജഡ്ജിയാണ് ഇന്നും വിധി പറയുന്നത്. AM ബഷീർ, അദ്ദേഹമാണ് ഈ കേസിലെയും വിചാരണ നടത്തിയത്. വിചാരണ അദ്ദേഹത്തിന്റെ മുന്നിലായിരുന്നു ഈ കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിച്ചത്. ഏതായിരുന്നാലും ഏത് തരത്തിലുള്ള ശിക്ഷയാകും, ഇവിടെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമുണ്ട്. ഒരു ചെകുത്താന്റെ ചിന്തയായിരുന്നു ഗ്രീഷ്മയ്ക്ക്. പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതല്ല, മറിച്ച് ആസൂത്രിതമായി കുറെ കാലം കൊണ്ട്, മാസങ്ങളെടുത്ത്, ഒന്നിൽ കൂടുതൽ തവണ പല കുറി വിഷം കൊടുത്ത് കൊലപാതകം നടത്താനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിന് ഈ യൂട്യൂബ് ദൃശ്യങ്ങൾ അടക്കം കണ്ടുകൊണ്ട് അതിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി, പെട്ടെന്നൊരു വിഷം ഉള്ളിൽ ചെന്നാൽ ഒരാൾ മരിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് സംശയിക്കാത്ത തരത്തിൽ ഒരുപക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം മരണം സംഭവിക്കുകയും താനുമായി ആ സമയത്ത് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, തന്റെ വീട്ടിൽ വന്നു പോയിട്ട് ആഴ്ചയിൽ കൂടുതലായി എന്നൊക്കെ സമർത്ഥിക്കാൻ കഴിയുന്ന തരത്തിൽ പാരാക്വിറ്റ് എന്ന് പറയുന്ന ഈ കളനാശിനി കൊടുക്കുന്ന ഒരു സാഹചര്യം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരം ഒരു കൃത്യത്തിലേക്ക് പ്രതി എത്തിയതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. മാത്രമല്ല, പ്രണയം എന്ന വികാരത്തെയാണ് കൊലപ്പെടുത്തിയത്. ഒരു യുവാവിനെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു മഹത്തരമായ ഒരു വികാരത്തെ, അതിനെയാണ് ഈ പ്രതി കൊല ചെയ്തത്. മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി കാമുകനെ കൊലപ്പെടുത്തുക, അത് കൃത്യമായും ഈ പ്രണയത്തെ പരിഗണിക്കാതെ, ഇഷ്ടത്തെ പരിഗണിക്കാതെ, അങ്ങനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഒരാളെ മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ക്രൂരമായ, നീചമായ ഒരു കൃത്യം നടത്തിയെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ പറയുന്നത് ആ മരണത്തെക്കുറിച്ച് പോലും പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞത്, ആ യുവാവ് മരിച്ചത് നാവ് കട്ടായിപ്പോയി, അല്ലെങ്കിൽ അത് അഴുകിപ്പോകുന്ന തരത്തിൽ, തൊണ്ട അഴുകുന്ന തരത്തിൽ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അഴുകിപ്പോകുന്ന തരത്തിൽ, കരളും വൃക്കയും അടക്കം മലദ്വാരം വരെ വെന്ത് നീറിപ്പോകുന്ന അവസ്ഥയിൽ പെട്ടെന്നുള്ള ഒരു മരണമല്ല. ദിവസങ്ങൾ കൊണ്ടിങ്ങനെ ശരീരഭാഗങ്ങൾ ഉരുകി അഴുകിപ്പോകുമ്പോൾ ആ യുവാവ് അനുഭവിച്ച വേദനയുണ്ട്. ആ വേദന എത്രമാത്രമാണ്, ഇത് അറിയാവുന്ന ഒരു പ്രതിയാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ പോലും ഒരു കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും പ്രതിയിൽ നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല, തെറ്റ് ചെയ്തത് താനാണ്, അബദ്ധം പറ്റി എന്ന് പോലും പറയാൻ തയ്യാറായില്ല. ഈ സംഭവത്തിന് ശേഷവും അയക്കുന്ന വോയിസ് മെസ്സേജുകളിൽ താൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ
എന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. അതായത് ഒരു തരത്തിലും കുറ്റം ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ പിന്നെയുള്ള ശബ്ദ സന്ദേശങ്ങൾ പോലും ഉപയോഗിച്ചു എന്ന കാര്യമാണ്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള സമയത്ത് ഗ്രീഷ്മയുടെ ശരീരഭാഷയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വശം പ്രതിഭാഗം ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തും എന്നുമുള്ള കാര്യമാണ്. 23 വയസ്സ് മാത്രമാണുള്ളത്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആളാണ്. തുടർ പഠനമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ്. നേരത്തെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ക്രൈം കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല. ഈ യുവാവ് പിന്നാലെ നടന്നു ശല്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇയാളിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ മുന്നിൽ ആത്മഹത്യ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യം നടത്തുക എന്ന വഴിയുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വയം നശിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഇയാളെ ഒഴിവാക്കുന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ എത്തിപ്പെട്ടതാണ്, ആ കുട്ടിയുടെ സാഹചര്യങ്ങളിലൂടെ എത്തിപ്പെട്ടു എന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാകും ജഡ്ജി പരിഗണിക്കുക, ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചും വിലയിരുത്തിയുമാകും ഈ വിധി ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതിഭാഗം പറയുന്നത് 10 വർഷത്തിൽ താഴെയുള്ള ഒരു ശിക്ഷ മാത്രമേ ഗ്രീഷ്മയ്ക്ക് നൽകാവൂ. മാനസാന്തരത്തിനുള്ള അവസരം നൽകണം, സമൂഹത്തിലേക്ക് തിരികെ വരാനുള്ള വഴി കാട്ടണം. അങ്ങനെ ആ കുട്ടിയെ തിരുത്താനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ നൽകരുത്, കുറഞ്ഞ ശിക്ഷ നൽകി മാനസാന്തരത്തിനുള്ള വഴി ഉണ്ടാക്കണമെന്ന് പ്രതിഭാഗവും വാദിക്കുന്നു. വൈകാരികമായ വാദമുഖങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ, ശനിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടായത്. നേരത്തെ നിയമത്തിന്റെ വശങ്ങളും വകുപ്പുകളും എല്ലാം പറഞ്ഞ് നടന്ന വാദപ്രതിവാദങ്ങൾ, പ്രോസിക്യൂഷനും പ്രതിഭാഗവും ആ തരത്തിലാണ് വാദങ്ങൾ ഉന്നയിച്ചതെങ്കിൽ ശനിയാഴ്ച നടന്നത് നമ്മൾ കോടതി മുറിയിൽ കണ്ടത് തീർത്തും വൈകാരികമായ കാര്യങ്ങളാണ്. ആ രണ്ട് ഭാഗത്തിനും വേണ്ടിയുള്ള അവരുടെ കുടുംബ പശ്ചാത്തലം, അവർ അനുഭവിക്കുന്ന വേദന, ഇതെല്ലാം തന്നെയാണ് രണ്ടു കൂട്ടരും ബാധിച്ചത്. ഏതായിരുന്നാലും ജഡ്ജി ഇന്ന് ഏത് നിലപാടെടുക്കും, അദ്ദേഹത്തിന്റെ വിധി എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും. അവർ വിനോദ്, അപ്പോഴും പരമാവധി ശിക്ഷ കൊടുക്കണം. അപൂർവമായിട്ടുള്ള കേസ്, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് എന്നുള്ളൊരു നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ കടന്നിട്ടുണ്ട്. പക്ഷെ ആ നിലപാട് കോടതി അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായിട്ടുള്ളത്. ഈ തെളിവുകളുടെ അഭാവത്തിൽ അമ്മയെ വെറുതെ വിട്ട ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നേരത്തെ പ്രതിഭാഗം പറയുന്നത് പോലെ ഇതൊരു ഒരു കറക്ഷനുള്ള ഒരു അവസരമായി സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം എന്നുള്ള പ്രതിഭാഗത്തിന്റെ അഭ്യർത്ഥനയൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. അത്തരം ചില കാരണങ്ങൾ കൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനുള്ള സാധ്യത കുറവാണോ? ഓക്കെ വിനോദ്, ഞാൻ വരാം. സ്പെഷ്യൽ പബ്ലിക്